എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അപർണ. പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഞാനൊരു വീഡിയോ ചെയ്യുമ്പം എൻ്റെ കയ്യിലൊരു ബുക്ക്, പേന, എഴുതി കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനതില്ല. കാരണം ഞാനായിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2025 ഇന്ന് ഡിസംബർ 31 അവസാനത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാ കൊല്ലവും നമുക്കൊരു തോന്നലുണ്ടായിരിക്കും, ഈ വർഷം എന്തെങ്കിലും മികച്ചതായിട്ട് ചെയ്യണം എന്ന്. തുടക്കത്തിൽ അത് ഉത്സാഹത്തോടെ ചെയ്യാനും പറ്റും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വന്ന് നമ്മൾ തന്നെ അത് ഫോളോ ചെയ്യാതെയായി വീണ്ടും ആ വർഷത്തിന് അവസാനവും സെയിം നിരാശ തന്നെയായിരിക്കും നമുക്കുള്ളത്. ഈ തവണയും ഒന്നും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശ. അപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ജീവിതത്തെ കണ്ടിട്ട് സീരിയസ് ആയിട്ട് സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള സംതൃപ്തിയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എല്ലാത്തിലും പെർഫെക്ഷൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം, നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നത്. എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തുടങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. ഇപ്പോൾ 2025 എന്നെ പഠിപ്പിച്ച കുറച്ച് പാഠങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു സ്കൈ സ്കാനറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷനെ കുറിച്ച് ഫേസ്ബുക്കിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നു എന്ന് മാത്രം കൊടുത്തിട്ട് എനിവെയർ എനി ടൈം എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണോ കൊടുക്കുന്നത് അവിടെ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്കും റൗണ്ട് ട്രിപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുന്ന് തിരിച്ചുമുള്ള ഏറ്റവും കുറഞ്ഞ ഫെയർ കാണിക്കും എന്നായിരുന്നു ഒരു റീല്. ഞാൻ ഒരുപാട് റീലുകൾ കാണാറുണ്ട്. അത് ചിലതൊക്കെ എഴുതിയിടും, ചിലതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വെക്കും, ചിലതൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഈ റീല് കണ്ടപ്പോൾ എന്തോ എനിക്ക് അപ്പം തന്നെ ചെയ്തു നോക്കണമെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ സ്കൈ സ്കാനർ അതിനകത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഗ് ചെയ്യാതെ ചെയ്തു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോഗിൻ ചെയ്യാതെ ആദ്യം ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് ഞാനിത് സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ നോക്കിയപ്പോൾ മലേഷ്യ എൻ്റെ മനസ്സിലൊരു വലിയ രാജ്യമാണ്. അവിടെ ഇത്ര രൂപയ്ക്ക് പോകാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ റൗണ്ട് ട്രിപ്പ് കിടക്കുന്നു ഒരു 11,000 രൂപ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ കുറേ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ് കിടക്കുന്നു, പല ഡേറ്റ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാ. അപ്പം ഞാൻ മാരീഡ് ആണ്. ഓഫ് കോഴ്സ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ഹസ്ബൻഡ് വിസയല്ല മീൻസ് പാസ്പോർട്ട് ഇല്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. നോക്കിയപ്പം മോന് പാസ്പോർട്ട് ഇല്ല, എനിക്ക് പാസ്പോർട്ട് ഇല്ല. അപ്പോൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ആദ്യം ഞാൻ ഗവൺമെൻറ് സർവീസിലാണ്, അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുക്കണം. നമ്മൾ വേറൊരു രാജ്യത്ത് പോകണമെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പം പാസ്പോർട്ടിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് കിട്ടി. എൻ്റെ പാസ്പോർട്ടിൻ്റെ കിട്ടിയത് വെച്ചിട്ട് ഞാൻ കുഞ്ഞിന് വേണ്ടി അപ്ലൈ ചെയ്തു, അവന് കിട്ടി. അപ്പോൾ 10ാം മാസത്തിൽ അവന് പാസ്പോർട്ട് ഹോൾഡറായി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പേര് നമ്മുടെ പാസ്പോർട്ടിലെ സെയിം ഓർഡറിൽ പേര് കൊടുക്കണം എന്നുള്ളതിനെ പറ്റി അത്ര അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അതിൽ ഫുൾ നെയിം കിടക്കുന്നത് പോലെ തന്നെ കൊടുക്കണം. അപ്പം എൻ്റെ പേര് അപർണ ബി സനൽ എന്നാണ്. ബിക്ക് അപ്പോൾ അപർണ ബിന്ദു സനൽ എന്ന് ഫുൾ നെയിമായിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. ഫ്ലൈറ്റിൽ നമുക്ക് സമയമാകുമ്പോൾ ചെല്ലുമ്പോൾ കയറാൻ പറ്റത്തില്ല, ഫുൾ നെയിം കൊടുക്കണം. പിന്നെ അത് ക്യാൻസൽ ആക്കുവാണെങ്കിൽ കുറേ എമൗണ്ട് പോവും. പിന്നെ അവിടെ ചെന്നിട്ട് പേര് തിരുത്താനാണെങ്കിലും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ഫ്ലൈറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. മലേഷ്യൻ എയർലൈൻസിലാണ് ബുക്ക് ചെയ്തത്. ഭയങ്കര ഒരു നിരാശയായിപ്പോയി. ക്യാൻസൽ ചെയ്യുമ്പോൾ ഏകദേശം 8,000-ഓളം രൂപ നമുക്ക് നഷ്ടം വന്നു. ഞാനത് 3 പേർക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോഴാണ് 8,000 രൂപ നഷ്ടം വന്നത്, അച്ഛനും അമ്മയ്ക്കും എനിക്കും. പിന്നെ കുഞ്ഞിന് 2 വയസ്സിൽ താഴെ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ചാർജ് ഇല്ല. ഭയങ്കര ഒരു നിരാശ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആഷിഖ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതാണോടി ജീവിതാവസാനം, നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ, അതിനിപ്പോൾ എന്താ, ഒരു ടിക്കറ്റല്ലേ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും മതിയായിരുന്നു എനിക്ക്. ഞാൻ വീണ്ടും ബുക്ക് ചെയ്തു. ഇത്തവണ അനിയനും കൂടെ ചേർത്ത് ബുക്ക് ചെയ്തു. അവൻ വിദേശത്തോട്ട് പോകാനിരിക്കുമായിരുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഡേറ്റ് കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ആദ്യം ബുക്ക് ചെയ്യുന്നത്.
ഞാൻ വെച്ചു ഇത്രയും പൈസ വാങ്ങി പിന്നെ അവൻ്റെ ടിക്കറ്റ് പോയാലും കുഴപ്പമില്ല, എന്തായാലും ബുക്ക് ചെയ്യാം, അവന് പറ്റുമെങ്കിൽ അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ചേർത്ത് ബുക്ക് ചെയ്തു. ആ ഒരു പുഷ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന, പ്രകൃതി നമുക്കായിട്ട് തന്ന ഒരു ഇതാണ്. ആ ഒരൊറ്റ വാചകത്തിൻ്റെ പുറത്ത് ഞാനത് ബുക്ക് ചെയ്തു. സ്വന്തമായിട്ട് Airbnb ബുക്ക് ചെയ്ത്, ഹോട്ടൽസ് ബുക്ക് ചെയ്തു. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസായ KLCC അക്വേറിയയിലേക്കും, പിന്നെ എന്തുമായിരുന്നു, പെട്രോണസ് ട്വിൻ ടവറാണ് അത്. പെട്രോണസ് ട്വിൻ ടവർ, ഇവിടെ രണ്ടുപേരത്തേക്കുള്ള എൻട്രി ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തു. ക്യാഷൊക്കെ Forex വഴി ട്രാൻസാക്ഷനൊക്കെ നടത്തി, കറൻസി എക്സ്ചേഞ്ച് ഒക്കെ നടത്തി, ഡോളറിലോട്ടൊക്കെ ആക്കി. വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അത് ഈ വിസയാണ്, വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല, 3 ദിവസത്തിന് മുന്നേ ചെയ്താൽ മതി. അങ്ങനെ ഒരു മലേഷ്യൻ ട്രിപ്പിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോയി. നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആ മലേഷ്യൻ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു വന്നു. ഒരു $100 ഒരു നോട്ട് അമ്മയുടെ ഫയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു ഓഫീസറിന് തന്നെ കൊടുത്തു. അതിൽ നിന്ന് ഒരു $100 ഒരു ഡോളർ ബില്ല് നമുക്ക് നഷ്ടമായി. ആ 2 എമൗണ്ട് നമുക്ക് ആ എയർ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം പറ്റിയ മിസ്റ്റേക്കിലെയും ഈ ഒരു ഫണ്ട്, അത് നമുക്കൊരു പാഠമാണല്ലേ. നമ്മളൊരു വലിയ ഉദ്യോഗസ്ഥനാണൊക്കെ വിശ്വസിച്ച് വലിയൊരു എമൗണ്ട് ഒന്നും ഏൽപ്പിക്കരുത്, നമ്മുടെ കയ്യിൽ അത് വെക്കുക. അവർ ചോദിക്കുമെങ്കിൽ മാത്രം എടുത്ത് കാണിച്ചാൽ മതി. അതുപോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫുൾ നെയിം തന്നെ കൊടുക്കുക. ആ രണ്ട് പാഠങ്ങളോടുകൂടി ആ ഒരു വലിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പാസ്പോർട്ടിൽ എല്ലാവരുടെയും, എൻ്റെ മോൻ്റെ പാസ്പോർട്ടിൽ അത് പതിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എമിഗ്രേഷന് 2 നമുക്ക് ഇത് വരും. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ചെറിയ ഒരു സ്കൈ സ്കാനർ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കണ്ട ഒരു ചെറിയ റീലാണ് എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഒരു പെർഫെക്ഷൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ മാക്സിമം പെർഫെക്ഷന് വേണ്ടി തന്നെ ട്രൈ ചെയ്യുക. അത് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഇംപെർഫെക്ഷന് നമുക്കൊരു ഭയങ്കര പ്ലഷർ തരും. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ അതിനെ കാണും. എൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ടുപോകാൻ പറ്റിയത്, കുഞ്ഞിനെയും കൊണ്ടുപോകാൻ പറ്റി, അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഇഷാനും അതെ, അവന് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്ത് മേടിച്ചു. അതെൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നു. പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട, ഇഷാനെയാണ് എപ്പോഴും, മോൻ്റെ പേരാണേ, അവനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനൊരു, എൻ്റെ മടി കൊണ്ട് ഞാൻ ബ്ലെയിം ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല എന്ന് വെച്ച് ജിമ്മിലൊക്കെ ഒന്ന് പോയി. അതൊരു മാസം, ഇതൊരു അച്ചീവ്മെൻ്റ് ആണോ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്തു, 1 മാസം ലീവൊക്കെ എടുത്താണ് പോയത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ വെയിറ്റ് അങ്ങനെയൊന്നും കുറഞ്ഞില്ല. ഒരു ഗ്രാജുവലി ഒരു 2 കിലോ ഒക്കെ അതിന് മുമ്പ് കുറഞ്ഞിരുന്നു, അതിനപ്പുറം കുറയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു അവിടെ വെച്ച്. അപ്പോൾ ആള് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞാനും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അയാൾ MSW ഇഗ്നോയിൽ ചെയ്യാൻ പോകുന്നു അങ്ങനെ പറഞ്ഞു. ആ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ വിചാരിച്ചു, എന്തിനാ ഞാൻ ഗ്രാജുവേഷൻ വെച്ച് പഠിത്തം നിർത്തിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു എന്തോ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ MSW ചെയ്യണം. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഈ ഡിസംബർ ആയപ്പം അതിൻ്റെ 5 തിയറി എക്സാം കഴിഞ്ഞു. പ്രാക്ടിക്കൽസ് ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബ്ലോക്ക് പ്ലേസ്മെൻറ്റ്, കൺകറണ്ട്, അതൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നു. എന്തോ എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നി. അതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്തപ്പം ക്ലാസ്സസിൻ്റെ വീഡിയോസ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇട്ടുകൂടാ. ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടു. ക്ലാസ്സസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വീഡിയോ ഇട്ടു. അതിനകത്തുനിന്ന് ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ, ഏകദേശം എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഞാനിട്ട വീഡിയോസ് മാത്രം വാച്ച് ചെയ്താൽ പോലും ഒരു 60% കൂടുതൽ മാർക്ക് മേടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന രീതിയിൽ അത്തരം വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോയപ്പം കുറച്ച് പേരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞു. ആ വീഡിയോ ഇടുന്ന ആളല്ലേ, നമ്മളേതോ ടീച്ചറാണെന്നാണ് വിചാരിച്ച് എക്സാം എഴുതുന്നുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഇട്ടാലോ എന്ന് ചിന്തിച്ചൊരു വീഡിയോ ഇതുപോലെ ഒരു സെറ്റപ്പിൽ ഇരുന്ന് അത്യാവശ്യമായിട്ട് അലയ്ക്കാൻ അറിയാം, അതുപോലെ ചെയ്തിട്ടാൽ മതിയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു റെക്കഗ്നിഷൻ, അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടിരുന്നെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയത്തില്ല. അപ്പം സംടൈംസ് ഇംപെർഫെക്ഷനാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് രണ്ടും എനിക്ക് മറക്കാനാകാത്ത 2 അനുഭവങ്ങളാണ് 2025 എനിക്ക് സമ്മാനിച്ച. പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ കൊണ്ട്, ഇംപെർഫെക്ഷൻ ആയാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തേക്കാം എന്ന് കരുതിയത് കൊണ്ട് എനിക്ക് ലഭിച്ച 2 അച്ചീവ്മെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പെർഫെക്ഷൻ ആഗ്രഹിച്ച്
ഒന്നും തുടങ്ങാതെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ പറയുന്നത്. പെർഫെക്ഷൻ നോക്കണ്ട. 2026 ഇത്രയും വർഷം നമ്മൾ പെർഫെക്ഷൻ നോക്കിയിട്ട് നമുക്കൊന്നും പെർഫെക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും നമ്മൾ എന്തിനാ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇംപെർഫെക്റ്റ് ആയിക്കോട്ടെ, ചെയ്തു തുടങ്ങുക, ജസ്റ്റ് തുടങ്ങുക, ഇന്നങ്ങ് തുടങ്ങുക. അപ്പം എല്ലാവരും 2026 വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്ന കണ്ടു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് വിഷണറീസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞു വെക്കാം. 2026 അവസാനം അല്ലെ 27 ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടെങ്കിൽ എൻ്റെ വിഷൻ എന്തോരം ആയെന്ന് എനിക്ക് എന്നെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എപ്പോഴും അഡ്മിറേഷൻ തോന്നിയിട്ടുള്ള ഒരാൾ പേളിമണിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരി എപ്പോഴും ഫാമിലിയുടെ കൂടെയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയനുണ്ടോ ഇല്ല, അനിയത്തിയൊക്കെയാണ്. അവർ ആ ഒരു ഫാമിലി എപ്പോഴും ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാമിലി, മക്കളുമാര്, അങ്ങനെ അവരെപ്പോഴും ചില്ലായിട്ട് ഒരുമിച്ച് നടക്കാൻ ഉള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് കിട്ടി. കൂടെ അവരുടെ പ്രൊഫഷൻ ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് തന്നെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഇട്ടു, സ്വന്തമായിട്ട് സ്റ്റാഫ്, സ്വന്തം സ്റ്റുഡിയോയിലേക്ക് വലിയ വലിയ സെലിബ്രിറ്റീസ് വന്നു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നു. അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചില്ലായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കൊളാബറേഷനാണ് ഫാമിലി പ്ലസ് കരിയർ. 100% കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഡയറ്റോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹെൽത്തും കൂടെ ഒക്കെ ഒന്ന് നോക്കി, പിന്നെ പുതിയ എന്തെങ്കിലും സ്കില്ലുകളും കൂടെ ഒക്കെ പഠിക്കാൻ പറ്റുമോ, ഉള്ള സ്കില്ലൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുമോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ലൈഫായി. അപ്പോൾ അതാണ് എൻ്റെ 2026 വിഷൻ. എവിടം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വിഷൻസും താഴെ കമൻ്റായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓൾ ദി വെരി ബെസ്റ്റ് 2026. താങ്ക് യു, ലവ് യു ഓൾ. എല്ലാവരുടെയും വിഷൻസൊക്കെ നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.